ഇതൊക്കെ ഞാൻ നോക്കിയായിരുന്നു, പക്ഷെ നിന്നെ അവിടെ കണ്ടിട്ടില്ല. ഇല്ല, ഞാനിന്ന് ഇറങ്ങില്ല. എന്തായാലും ഞാൻ വരുന്നുണ്ടെങ്കിൽ അത് ആ മാത്രമേ ബസ്സിൽ. ഞാൻ വിളിച്ചിട്ട് എന്തോ കിട്ടിയില്ല. പിന്നെ ഞാൻ ഓർത്തത് എന്തോ പറ്റിയെന്ന്. അങ്ങനെയാണ് ഇന്നലെ എന്നോട് പറയണ്ടല്ലേ ഇന്ന് ഇല്ല, വരത്തില്ലെങ്കിൽ. ഞാൻ ഇന്ന് ഓഫീസിലോട്ട് ഇറങ്ങിയില്ല. നീ ഇല്ലാത്തോണ്ടൊരു ലീവ് എടുത്തു. നീ ഇല്ലാത്തോണ്ട് ആകെ ബുദ്ധിമുട്ടായിരുന്നു ഇന്നത്തെ കാര്യം. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുന്നതല്ലായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയണ്ട. നീയേ ഫ്രണ്ടില് ഉം. നിന്നാ മതി, അവിടെ ഇരിക്കണ്ട. ഉം. ഫ്രണ്ടിൽ നിന്നാലേ നമുക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ, അറിയാലോ. ഉം. കഴിഞ്ഞ ദിവസം എങ്ങനെ ചെയ്തെങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ട? അങ്ങനെയൊന്നും മതിയില്ലല്ലോ. അത് പോരാ, ഞാൻ ചോദിച്ചു ഇഷ്ടപ്പെട്ടായിരുന്നോ? ഉം. കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ നീ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ ഇങ്ങനെ ഞാൻ പറയണമെന്ന് ഓർത്താ. ഭാഗ്യത്തിന് ഇന്നലെ നിൽക്കുമായിരുന്നു. പിന്നെ സീറ്റ് കിട്ടിയത് കൊണ്ട് അങ്ങനെ ഇരുന്നതാ. വേണ്ട വേണ്ട, അങ്ങനെ നിൽക്കണ്ട. ഞാൻ അങ്ങോട്ട് ഇതിലെ നടക്കുന്നതല്ലേ. അപ്പൊ ഞാനത് നോക്കി നടക്കുന്ന ചെയ്യാം. വഴിയിൽ ഞാൻ നിക്കാം. അതാ പറയാ, ഞാൻ നോക്കി ചെയ്യാം. പറ്റുവാണെങ്കിൽ ഒന്ന് പിടിക്കാനും നോക്കാം. മിനിഞ്ഞാന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമല്ലായിരുന്നോ? നല്ല തിരക്കായിരുന്നില്ലേ? അപ്പൊ നല്ല തിരക്കല്ലയോ നമുക്ക് വേണ്ട. തിരക്കല്ലയോ ഇരിക്കുന്ന സൗകര്യം. ഒരു കാരണവശാലും ഇരിക്കരുത് കേട്ടോ. ഫ്രണ്ടിൽ അവിടെ നിന്നാ കൊറേ നേരം നിന്നല്ലോ അവിടെ തന്നെ. നന്നായിട്ട് ടച്ച് ആവുന്നുണ്ടായിരുന്നു. അതല്ലേ ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു. നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും കൂടെ സൗകര്യമായി. അതാ ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് അതിനുശേഷം പിന്നെ ആകെപ്പാടെ ബുദ്ധിമുട്ടായി. നല്ലതായിട്ട് അങ്ങ് പോയായിരുന്നേ. അപ്പൊ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി. അതാ പിന്നെ രാവിലെ നോക്കുമ്പോൾ അവിടെ കാണുന്നുമില്ല. ഇന്നലെ പോലും പറഞ്ഞില്ലല്ലോ ഇന്ന് വരുന്നില്ലെന്ന്. ഒരു ഹിന്റ് പെട്ടെന്ന് പിന്നെ ലീവ് എടുക്കേണ്ട വന്നതുകൊണ്ട്. അല്ല, ഇങ്ങനെ എല്ലാം നടക്കുമോ? എങ്ങനെയാ? നാളെ ഞാൻ ഉണ്ടാവും. നാളെ അല്ല, അതല്ല, അതെല്ലാം നടക്കുമോ? എപ്പോഴും വേണ്ട ലീവ് എടുക്കാൻ പറ്റുമോ? നോക്കിയിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നീ ഒരു ചുമ്മാ ഇങ്ങനെ കൊതിപ്പിച്ചിട്ട് കൊറേ ആയി ഇതിപ്പോ. അങ്ങനെ തീരെ പറ്റുന്നില്ല. അപ്പൊ നീ ഒരു നോക്കിയിട്ട് ലീവ് എടുക്കാം, ഞാനും എടുക്കാം. അപ്പൊ ലീവ് കിട്ടുമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്കൊരു സൺഡേ അല്ല, ഒരു ദിവസം മതിയാവത്തില്ല. ഡെയിലി കാണുന്നതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് ഒരു ദിവസം തുടങ്ങി വെക്കാം. പിന്നെ ഇനി ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുമല്ലേ, പിടിച്ചു വെച്ച് നിൽക്കുമല്ലയോ. അതിന് ഒരു അന്ത്യം വേണ്ടേ. ഇതിപ്പോ വന്നു പിന്നെ വൈകിട്ട് ആ സമയം ആവാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. നിനക്ക് പോയായിരുന്നു? പിന്നെ കഴിഞ്ഞ ദിവസം ഭയങ്കര റഷായിരുന്നില്ലേ? അപ്പൊ അവിടെ തന്നെ നിന്നില്ലേ? എനിക്ക് തോന്നി നിനക്ക് പോയി. നല്ല സൈസ് ആയതുകൊണ്ട് നന്നായിട്ട് പെരുമാറാൻ. അതെ. അല്ല, എനിക്ക് തോന്നി ചിലപ്പോ നിനക്ക് പോയി കാണുമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ചോദിച്ചത്. മുഖത്ത് ഒരു ചിരി കണ്ടു ഞാൻ. നമുക്ക് രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്ന ഒരു രീതിയിൽ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഒന്നാമത്തെ കാര്യം ഇച്ചിരി തിരക്കായി. ഈ 2-3 ദിവസമായിട്ട് ഇച്ചിരി തിരക്കുണ്ട്. അപ്പൊ ലീവിന്റെ കാര്യം ഞാൻ ചോദിച്ചു നോക്കട്ടെ എങ്ങനെയാണ്. വേറെ ആളില്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൂടെ ചോദിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. ആദ്യത്തെ തവണ എല്ലാം അങ്ങ് എടുക്കണ്ട കേട്ടോ. അത്രയില്ല അങ്ങ് പോകും. ആദ്യത്തെ തവണ എല്ലാം അങ്ങ് എടുക്കരുത്. ആദ്യത്തെ തവണയൊന്നും എല്ലാം എടുക്കത്തില്ല. മെല്ലെ സമയമുണ്ടല്ലോ. മെല്ലെ സമയം എടുത്ത് വേണം എടുക്കാൻ. എന്നാലല്ലേ ഒരു തൃപ്തിയാകത്തുള്ളൂ. ഇതിപ്പോ എത്ര നാളത്തെ ഒരു പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ മെല്ലെ സാവധാനം ഇങ്ങനെ പോയാൽ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരും. അതിനെന്താ, ലീവ് എടുക്കാമല്ലോ. അല്ലാതെ പറ്റത്തില്ല. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. നമുക്ക് ലീവ് എടുക്കാം, ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കാം. പിന്നെ എനിക്കിപ്പോ ഈ ഒരു ജോലി ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടാണ്, കുറച്ചുകൂടെ എളുപ്പമായി എനിക്ക് കാണാനും അവിടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാനും ഇടയ്ക്കൊക്കെ ഇങ്ങനെ നോക്കാനും ഒക്കെ പറ്റുന്നുണ്ട്.
കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ നോക്കി നിന്നായിരുന്നു. നോക്കി നിന്നപ്പോഴത്തേക്ക് കണ്ടായിരുന്നു. നോക്കി നിന്നപ്പോഴത്തേക്ക് വലിയ ഒന്നും പറയണ്ട, ആകെപ്പാടെ വിഷയമായി. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, അങ്ങനെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കാണ് അതൊരു വല്ലാത്തൊരു രസം. അത് മനസ്സിലായോ? അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒറ്റയടിക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ഒരു രസം വരത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചരിഞ്ഞു നിൽക്കുന്നത്. അതാ പറഞ്ഞ ആ റെസ്റ്റിന്റെ ഇടയ്ക്ക്, അത്രയും തിരക്കിന്റെ ഇടയ്ക്ക് ചെറുക്കനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട് സംഭവം. അപ്പൊ പെട്ടെന്ന് നമ്മളിപ്പം ഇതൊക്കെ എടുത്തിട്ടെ പെട്ടെന്ന് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത്ര ഒരു ഇത് കിട്ടത്തില്ല. ഇതാകുമ്പം രാവിലെയും വൈകിട്ടും, രാവിലെയാണ് നല്ല തിരക്കല്ലേ, നല്ല തിരക്ക, വൈകിട്ടും ആ സെയിം ടൈം നല്ല തിരക്കാം. ആ ഒരു തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പം കാണുന്നതും പിന്നെ അതൊക്കെ ചെയ്യുന്നതും അതൊക്കെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു വേണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. നിന്റെ സൗകര്യം നീ പറഞ്ഞാൽ മതി. പിന്നെ എനിക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കുള്ളത് കൊണ്ടാണ്. നിനക്ക് ലീവ് കിട്ടും? എനിക്ക് ഞാൻ എടുത്തോളാം, കുഴപ്പമില്ല. നോക്കട്ടെ. ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇച്ചിരി തിരക്കുണ്ട്. അപ്പൊ ആ തിരക്കൊന്ന് മെല്ലെ മാറിയിട്ട് അതുവരെ നമുക്ക് അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. ഡെയിലി കാണുന്നുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് നീ വരാത്തത് കൊണ്ട് അവനെ ഞാൻ വിളിച്ചത്. ഇന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതോ കഴിഞ്ഞ ദിവസം നന്നായിട്ട് കിട്ടിയത് കൊണ്ട്. അതെ, അപ്പോഴത്തേക്ക് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പോയിട്ടാണോ? വീട്ടിൽ പോയിട്ട് പിന്നെ അത് തീർക്കണ്ടേ ഓർത്തിട്ട്. ഇപ്പൊ വേറെ വഴിയില്ലല്ലോ. അതല്ല, ഇന്നാണ് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഓർത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ഓർത്ത്. തിരക്കായിരുന്നു ഇന്ന്, രാവിലെയും തിരക്കായിരുന്നു, വൈകിട്ടും തിരക്കായിരുന്നു. തനിയെ എത്രാന്ന് വെച്ചിട്ടാ? തനിയെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അതിനകത്ത് വേണ്ടി വരും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തരാം. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, നമ്മളാ ആ തിരക്കിനിടയ്ക്കിലും അതൊക്കെ ഓർത്തിട്ട് അതൊരു പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്, ഒരു സ്പെഷ്യൽ. അതും ആകെ മൊത്തത്തിലൊരു നല്ല അനുഭവമാണ്. പക്ഷെ ഇന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ആഗ്രഹിച്ചു പോയി. ഡ്രസ്സിങ്ങിൽ കുറച്ചുകൂടെ മാറ്റം വരുത്തിക്കാം. ഇച്ചിരി കൂടെ ടൈറ്റ് ആക്കിയിട്ടുള്ള പോയി. അത് മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും. എനിക്കും അത് ഒരു ചൂട് ഉപകാരപ്രദമായിരിക്കും. സാരി ആകുമ്പോ കുറച്ചുകൂടെ അത് മതി. അതാകുമ്പോ കുറച്ചുകൂടെ എളുപ്പമാണ്. തിരക്കിനിടയിൽ എങ്ങനെ ചെയ്താലും ആരും കാണത്തില്ല. അതാ പറഞ്ഞു, ഇന്ന് നല്ല തിരക്കായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ വല്ലാണ്ട് അങ്ങ് ആഗ്രഹിച്ചായിരുന്നു ഇന്നുണ്ടായിരുന്നെങ്കിൽ. അതാ മെയിനായിട്ട് ഞാനിപ്പോ വിളിച്ചത്. കാണാൻ പോവല്ലേ? നാളെ വരത്തില്ല? എങ്ങനാ? പിന്നെ നാളെ മുടക്കൊന്നുമില്ലല്ലോ? ഇല്ല. പറഞ്ഞേ. പിന്നെ വൈകിട്ട് ഫ്രീ അല്ലയോ? അതെ. മറ്റേ ഡേറ്റ് എപ്പോഴാന്ന് നോക്കിട്ട് പറയണേ. അത് ഇപ്പൊ ഞാന് പെട്ടെന്ന് എന്താ ഒരു 2 ദിവസത്തേക്ക് പറ്റത്തില്ല, കാര്യം നല്ല തിരക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇതിങ്ങനെ തന്നേ വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പം ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ നമുക്ക്. അങ്ങനെയും പിന്നെ യാത്ര ചെയ്യുമ്പോഴും പിന്നെ നീ മെയിനായിട്ട് അവിടെ ഇരിക്കാണ്ടിരുന്നാൽ മതി ഫ്രണ്ടില്. അപ്പൊ പിന്നെ ഒന്നും നടക്കത്തില്ല. മനസ്സിലായോ? സൈഡ് നിന്നാ മതി അവിടെ പിടിച്ചിട്ട്. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നല്ലേ. കഴിഞ്ഞ ദിവസം കോളിൽ വേണമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം കേട്ടില്ല. കഴിഞ്ഞ ദിവസം കോളിൽ വേണം പറഞ്ഞിട്ട് കോൾ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് സൂപ്പർ അല്ലായിരുന്നോ? അയ്യോ, ഒന്നും പറയണ്ട. എല്ലാം ഒരു ഡിഫറെന്റ് സംഭവങ്ങളാണ്. അത് സൈസ് ഇഷ്ടായോ? സൈസ് അടിപൊളിയല്ലേ, ഇഷ്ടപ്പെടാതിരിക്കോ? അടിപൊളി സാധനം. എനിക്ക് ഇഷ്ടായ? ചോദ്യത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇഷ്ടായോണ്ടല്ലേ. അല്ല, അതങ്ങനെ ശരിക്കും കൃത്യമായിട്ട് നിനക്ക് അറിയത്തില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നത്. വൈകിട്ട് എങ്ങനെയാ? കോളി വരുമോ? വൈകിട്ട് എപ്പോഴാണ് ഫ്രീ ആവുന്നത്? വൈകിട്ട് ഫ്രീ ആകുമ്പോ വിളിച്ചോ, ഞാൻ എപ്പോഴും ഫ്രീ. അല്ല, ഒരു കാരണവശാലും നാളെ വരാതിരിക്കല്ലേ.
അഥവാ വരത്തില്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയണം. ഞാൻ ഇന്നാണെങ്കിൽ ഒരു നൈസായിട്ട് ഒരു 5 മിനിറ്റോളം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച്. ഈ ആ സ്റ്റോപ്പിൽ ഇങ്ങനെ നോക്കി നിന്ന് വണ്ടി വെയിറ്റ് ചെയ്യുമല്ലേ, നീ വരുന്നുണ്ടോ. ആ ടൈമിൽ ഞാൻ വിളിച്ചപ്പോ കിട്ടിയില്ല എനിക്ക്. പിന്നെ വൈകിട്ടും അതിലെ തിരിച്ച് പാസ് ചെയ്യുന്ന നേരം നോക്കി, മണങ്ങാടും ഉണ്ടോന്നും അവിടെ കണ്ടിട്ടില്ല. അവിടെ ഇന്ന് വലിയ